ജനങ്ങൾ മുഴുവൻ നിൽക്കുകയാണ് റിസൾട്ട് കാത്തിട്ട്. രാജാവ് അടക്കം റിസൾട്ടിന് കാത്തിരിക്കുന്നു. എന്തിന്റെ? പരിശോധനാ റിസൾട്ട്. അങ്ങനെ നോക്കി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ രത്ന വ്യാപാരികൾ പുറത്തേക്ക് ഇറങ്ങി. രാജാവ് എഴുന്നേറ്റ് വെച്ചു. എന്തുണ്ട്? രാജാവേ, കാര്യം പോക്കാണെന്നുള്ള. കാര്യം പോക്ക? രാജാവിന് സമാധാനമായി. അപ്പൊ പ്രശ്നമില്ല, നിക്കാഹ് നടക്കട്ടല്ലേ? നിക്കാഹ് നടക്കാനായിട്ടില്ല, കാര്യം പോക്ക് നിങ്ങളതാണെന്ന്. നിങ്ങളെ കാര്യം പോക്കാണെന്ന് രാജാ പറഞ്ഞു. എന്താ പറഞ്ഞത്? അയാൾ കൊണ്ടുവന്ന മുത്ത് പരിശുദ്ധമാണ്, വിലമതിക്കാൻ പറ്റൂല, അങ്ങനത്തെ മുത്താ. രാജാ പറഞ്ഞു ശരിക്കും നോക്കിനല്ല, വെറുതെ തട്ടിപ്പാ. ഇവരോട് ചോദിച്ചു ഒറിജിനലാണോ? അവര് പറഞ്ഞു രാജാവേ 10-18 തവണ ഞങ്ങൾ മാറി മാറി പരിശോധിച്ചു, ഒരു ന്യൂനതയുമില്ലാത്ത മുത്ത്, കടലിലെ ഉരുവെള്ളത്തെ കയ്യിലെ വെട്ടിത്തിളങ്ങുന്ന മുത്താക്കി മാറ്റിയത് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖിദർ നബിയുടെ മൊയ്സത്താണത് എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ ഒരു പ്രവാചകന്റെ മൊയ്സത്ത് കൊണ്ട് ഉണ്ടാകുന്ന വസ്തുവിനെ മറികടക്കാൻ മറ്റൊരു സംഭവം ഉണ്ടാവില്ല. രാജാവാകെ വിയർത്ത് കുളിച്ച് എന്താ ചെയ്യാ? നിങ്ങള് കണക്കൂട്ട്. ഒരു പുയാപ്പിളായിട്ട് ഒരുത്തം വന്നിരിക്കുന്നുണ്ട്, വെള്ള കുപ്പായിട്ടിട്ട് കൈ നീട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അവന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അവന് കെട്ടിച്ചു കൊടുത്താൽ സ്വന്തം മകളുടെ കാര്യത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കാത്ത രാജാവാ ഞാനെന്ന് ജനങ്ങൾ വിധി എഴുതും. അല്ല, അതിനു വേണ്ടിട്ട് ഫക്കീറിനെ കെട്ടിച്ചു കൊടുത്ത് ഇവനെ ഒഴിവാക്കിയാലോ? ബൽക്കയും ഡമസ്കസും നമ്മളുടെ നയതന്ത്ര ബന്ധം തകരും. രണ്ട് രാജ്യവും യുദ്ധം ഉണ്ടാവും. ഞാൻ എന്താ റബ്ബേ ചെയ്യാ? ആകെ വിഷമിച്ചിരിക്കാണ് രാജാവ്, ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ട? രാജാവ് ആ കുടുങ്ങിയിരിക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഡമസ്കസിന്റെ രാജകുമാരൻ എഴുന്നേറ്റ്. ഈ ഡമസ്കസിന്റെ രാജകുമാരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങൾ പിന്നോട്ട് മാറരുത്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിവുള്ള രാജാവാണ് നിങ്ങളെന്ന് ലോകത്തൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ആണത്തം നട്ടല്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഈ മകളെ ഞാൻ ഒഴിവാകാം. ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഫക്കീറായ മനുഷ്യനെ കെട്ടിച്ചു കൊടുക്ക്, മംഗലം കഴിച്ചു കൊടുക്ക്, കാണട്ടെ ലോകം നിങ്ങളുടെ നട്ടല്ലെന്നോ. രാജാവിന് സമാധാനം, അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. രാജാവ് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ എന്റെ പെണ്ണ് രാജകുമാരി സഫിയാനെ ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കീറ ഫക്കീറിന് മംഗലം കഴിച്ചു കൊടുക്കാൻ പോവാണ്. മകൻ ഇപ്പം നടക്കട്ടെ. പിന്നെ ഈ നിക്കാഹിന് വേണ്ടി നിങ്ങൾ ചിന്തിക്ക്, മലമുകളിലെ ഫക്കീറായ മനുഷ്യൻ രാജകുമാരിയെ നിക്കാഹ് ചെയ്യാനിരിക്കുന്ന മനോഹരമായ രംഗമാണ് അള്ളാഹു ഭൂമിയിൽ കാണിച്ചു തരുന്നത്. അങ്ങനെ ഇരുത്തി നിക്കാഹിന് വേണ്ടി കൈപിടിച്ചു. ആ പറഞ്ഞാച്ച 19 ഫക്കീറന്മാർ ഇവരും ഉണ്ട് മംഗളത്തിന്. ഇവരിങ്ങനെ നിന്ന് നോക്കി, ഇവന്റെ ഒരു ഭാഗ്യം. നമ്മൾ വിചാരിച്ചു ഇവന്റെ അവസാനം എത്തുന്നു. ഇപ്പൊ നോക്കുമ്പോ അങ്ങനെ കഴിക്കന്നെ. പോട്ട് സമാധാനമായി, നമ്മക്ക് കിട്ടിയില്ല. പോട്ട് അങ്ങനെ കഴിക്കുന്ന ആളെ കിട്ടാറ്. നിക്കാഹെല്ലാം കഴിഞ്ഞ് ദ്വാ ചെയ്യാൻ വേണ്ടി ഖാദിയാർ കയ്യിങ്ങനെ ഉയർത്തുമ്പോ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ബഹളം, ഭയങ്കരം കൂക്കലും വിളിയും ഒച്ചപ്പാടും കരച്ചിലും.